ഹലോ ഗൈസ്, നമ്മൾ 2 ദിവസത്തെ റെഡ് അലേർട്ടിന് ശേഷം സ്കൂളില്ലായിരുന്നു. 2 ദിവസം റെഡ് അലേർട്ട് ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിന്ന് വീണ്ടും സ്കൂളിലേക്ക് പോവുകയാണ്. ഇത് പനമരത്തേക്കുള്ള റൂട്ടാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വയലേലകളും പുഴയും ഒക്കെയുള്ള ഇതാണ്ടോ, വെള്ളം കയറിയതാട്ടോ കാണുന്നത്. ഒരു പുഴയല്ല അത് ശരിക്കും, പക്ഷേ അവിടെ നിന്നൊക്കെ വെള്ളം കയറുന്നത്. ഈ വയലിൽ നിറയെ അവർ കൃഷി ചെയ്യും കേട്ടോ. നെൽകൃഷിയാണ് ഉണ്ടാവുക. ഇപ്പം ഇല്ല, ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇടുന്നതായിരിക്കും അത്. അങ്ങനെ ഇതിലൂടെ പോകുമ്പോൾ ഈ സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് പുഴ കാണാൻ പറ്റും കേട്ടോ. പുഴയുടെ സൈഡിലൂടെയാണ് നമ്മൾ പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് ഞാനിപ്പോൾ KSRTC ബസ്സിലാണ് കേട്ടോ. സൈഡ് സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഈ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കണ്ടോ വാഴയുണ്ട്. വെള്ളം കയറിയിട്ടുണ്ടോ, അങ്ങനെ പുഴയിൽ നിന്ന് ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് വെള്ളം നിറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ സൈഡിൽ കുറേ മുളകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. യാത്ര ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ റൂട്ട് ഭയങ്കര രസമാണ് കേട്ടോ. നല്ല റോഡുമാണ് യാത്ര ചെയ്യാനും. കുറച്ച് അപ്പുറത്തേക്കും കുറച്ച് കട്ടറൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടെ ഇത് നമ്മളിങ്ങനെ ഇതിവിടെ നമ്മൾ റോഡ് പണി നടന്നു. ഒരു പാലത്തിലേക്ക് കയറാൻ പോകാം കേട്ടോ. ഒരു പാലമുണ്ട് ഇവിടെ, ഒരു ബ്രിഡ്ജ്. അപ്പോൾ അതിൻ്റെ 2 സൈഡിൽ 2-3 വീടുകൾ. അതുകൊണ്ടോ എന്ത് രസമാണെന്ന് നോക്കാം, മുളകൊക്കെ നിൽക്കുന്ന കാണാൻ. ഇതിൻ്റെ താഴേക്ക് പുഴ നമുക്ക് കാണാമായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ പാലം വന്നതിന് ശേഷം ആ പുഴ കാണാൻ പറ്റുന്നുണ്ടോ, ചെറുതായിട്ട് കാണാം. ഞാൻ ഇങ്ങനെ മൊബൈൽ പൊക്കി പിടിച്ചിട്ടുണ്ടേ, കാണാൻ പറ്റും കുറച്ചൊക്കെ. പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു പള്ളിയുണ്ട്. അതായത് എന്താ പറയുക, സിമൻറ്റ് ഹോളോ ബ്രിക്സ് ഉണ്ടല്ലോ, അതുണ്ടാക്കുന്നൊരു ഏരിയയാണ് അവിടെ. ഇപ്പോൾ റോഡ് പണി നടക്കുന്നുണ്ടോ ഇവിടെ ഈ മണ്ണൊക്കെ ഇങ്ങനെ കാണുന്നത്. കാണുന്നതാണ് ഒരു മദ്രസയാണ് കേട്ടോ. അവിടെ പനമരത്തുള്ള മദ്രസ. ഈ റോഡ് ഭയങ്കര അബദ്ധമാണ് കേട്ടോ. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടുന്ന് ആ നടവേൽ റോഡ് നമ്മൾ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരം നമുക്ക് ഭയങ്കര കട്ടറും കാര്യങ്ങളാണ്. ഭയങ്കര മോശമാണ് റോഡ്. ഇതുവരെ പണി തീരാത്തതുകൊണ്ടേ ഭയങ്കര വണ്ടികളും, അതേപോലെ തന്നെ ചെറിയ ഒരു സൈഡ് വൺ സൈഡ് പോകുന്ന പോലെ റോഡും ആകെ കട്ടറായിട്ട് കുത്തി കുലുങ്ങി ആകെ നാശമായിട്ടാണ് ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്കുള്ളത്. പിന്നെ മദ്രസ ഉണ്ടല്ലോ, ഇതൊരു മദ്രസയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ നമ്മൾ ഇതൊന്ന് തീർന്നു കിട്ടാൻ, കാരണം അത്ര കുഴികളാണ്, ഭയങ്കര കുഴികളാണ്, പറയാൻ പറ്റില്ല. അത്ര എന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പേടിയാവും. അങ്ങനെ നമ്മൾ സ്കൂട്ടിയിലൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ലേഡീസൊക്കെ സ്കൂട്ടിയൊക്കെ ഓടിച്ച് വരുമ്പോൾ ശരിക്കും ടെൻഷനാണ്. വലിയ കുഴിയാണ്. ആ കുഴിയിൽ ഇങ്ങനെ ചാടി കുത്തി മറിഞ്ഞ് ഇങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും ഭയങ്കര എന്താ പറയുക, നമുക്ക് ബസ്സിലിരുന്നിട്ട് തന്നെ നമുക്ക് പറ്റില്ല, അത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ വലത് സൈഡിൽ ഒരു പുഴ കണ്ടോ, പുഴ പോകുന്നുണ്ടോ, ഭയങ്കര കലങ്ങി മറിഞ്ഞ വെള്ളമൊക്കെയാണ്. നിറയെ വലിയ പുഴയൊക്കെ നിറഞ്ഞിങ്ങ് മേലെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ. സൈഡിലൂടെ താഴെ നിൽക്കുന്ന പുഴയാണ്, മുകളിലേക്ക് വെള്ളം കയറിയിട്ടാണ് ഇത് കാണാൻ പറ്റുന്നത്. ഇനി നമ്മളിങ്ങനെ വരുന്ന സമയത്ത് വലത് സൈഡിലൊരു പുതിയൊരു നിസ്കാരപ്പള്ളി ഉണ്ട് കേട്ടോ. ഇതാണ്ട പള്ളി, അതാണ് പള്ളി. അങ്ങനെ അതിലൂടെ നമ്മളിങ്ങനെ കയറി അങ്ങനെ വന്ന് നമ്മൾ ഏകദേശം നമ്മൾ പനമരം ടൗണിലേക്ക് എത്താറായി. പനമരം ടൗണിൽ മെയിൻ ടൗണിലേക്കാണ് നമ്മളിപ്പോൾ എത്തുന്നത്. ഇപ്പോൾ മാനന്തവാടിയിലേക്ക് തിരിയുന്ന ആ റോഡിൻ്റെ ആ ഭാഗത്തേക്കായി എത്തിയിട്ടോ. നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ ടൗണിലേക്ക് എത്തി നമ്മൾ. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാൻഡിലേക്കാണ് പോവുക. സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ നേരെ കാണുന്നുണ്ടോ, നേരെ മുന്നിലേക്ക് അവിടെ ഒരു വലിയ പള്ളിയുണ്ട്. അപ്പോൾ അതിൻ്റെ വലത് സൈഡിലേക്ക് ഒരു റോഡ്, അങ്ങോട്ടൊരു റോഡ് പോകുന്നുണ്ടോ, അതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി കേട്ടോ, പനമരത്ത്. അങ്ങനെ ഇത് കണ്ടോ, അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്, ഫ്രൂട്ട്സ് കടയും മെഡിക്കൽ ഷോപ്പൊക്കെ തുറന്നു വരുന്നേ ഉള്ളൂ. മഴയൊക്കെ അല്ലേ, ആൾക്കാർക്ക് കുറച്ച് ലേറ്റായിട്ട് കടകളൊക്കെ തുറക്കുക. അങ്ങനെ പോകുന്നു. അങ്ങനെ മുന്നിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്കൊരു ബസ് സ്റ്റാൻഡ്, പനമരം ബസ് സ്റ്റാൻഡാണിത് കേട്ടോ. ഇവിടെ കുറച്ച് നേരം നമ്മൾ ഇവിടെ നിർത്തിയിടും. അങ്ങനെ ഇവിടെ നിന്നാണ് ഇനി നമുക്ക് കുറച്ച് സമയം ഇവിടെ നിർത്തിയിട്ട് ആളുകൾക്ക് ഇനി നമ്മുടെ ബസ് പോകുന്ന കൽപ്പറ്റയ്ക്കാട്ടോ. പക്ഷെ എനിക്ക് കൽപ്പറ്റയ്ക്കൊന്നും പോകണ്ട, എനിക്കതിന് മുമ്പായിട്ട് തന്നെ ഇറങ്ങാൻ സാധിക്കും. ഞാനതിന് മുമ്പ് ഇറങ്ങും. 2 ബസ്സുകൾ മീനങ്ങാടിക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. അങ്ങനെ എത്തി. ഓക്കെ, ബായ്.